അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇതാ നമ്മൾ റോഡിലൂടെ യാത്രയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള സംഭവമാണെന്ന് വെച്ചാൽ എല്ലാ കുറേ നാൾ കൊണ്ടേ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം, ആ സ്ഥലം ഭംഗിയുള്ള സ്ഥലമാണ്, അവിടെ പോകണം എന്നൊക്കെ. അങ്ങനെ ഇന്ന് വെറുതെ നമ്മൾ രണ്ടുപേരും മാത്രം വീട്ടിലിങ്ങനെ ഇരുന്ന സമയത്താണ് ശരി എന്തായാലും ഒരു ചേഞ്ചിന് വേണ്ടി ഒരു യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണത് ഒരുപാട് കാലത്തിന് ശേഷമാണ്. അപ്പോൾ മോളിന്ന് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി അവൾ വീട്ടിൽ പോയിരിക്കുകയാണ്. തലേദിവസം തന്നെ കൊണ്ടാക്കി. അപ്പോൾ ഇനി 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അവൾ വരും. അതിന് മുമ്പ് ഇതൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കൂട്ടറിലാവുമ്പോൾ അവളെയും കൊണ്ട് പോണത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവളും ഫ്രണ്ടിലിരുന്ന് വെയിലൊക്കെ കൊണ്ട് തളർന്ന് ആകെപ്പാടെ ക്ഷീണിതരാവും. അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്ക് മക്കളെയും കൂടെ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഇതാ നെട്ട് തിരിഞ്ഞ് ഇങ്ങനെ പോയി വഴിയൊക്കെ മാറി. അപ്പോൾ ഇക്കതിൽ പറയുന്നുണ്ടായി നെട്ട് തേടി പോയി നെട്ടും തിരിഞ്ഞ് ചുറ്റി നടക്കുകയാണ് എന്ന്. സത്യമാണ്. നമ്മൾ ഒരു സ്ഥലം ഇവിടെയാണ് എന്ന് വിചാരിച്ച് അടുത്തൊക്കെയാണെന്ന് വിചാരിച്ച് ഇങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ പോയി അവസാനം തമിഴ്നാടെത്തി. തമിഴ്നാടിൽ നിന്ന് കേരളം വീണ്ടും കണ്ടു. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര എന്താണെന്ന് നോക്കാം. നമ്മൾ പോണ സ്ഥലത്തിൻ്റെ പേര് നെട്ട എന്നാണ്. അപ്പോൾ ഇവിടെ പോവാൻ എനിക്ക് കുറച്ചുകൂടി ആകാംക്ഷ തോന്നിയത്, ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഷൂട്ടിംഗ് സ്പോട്ടാണ്, നന്നായിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഏരിയ ആണ്, അവിടെ ഡാമുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ട പാടെ തന്നെ അവിടെ ഒന്ന് പോകണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീടും കണ്ടിട്ടില്ല, അവളെ ഹസ്ബൻഡിൻ്റെ വീടാണ് അവിടെ. അപ്പോൾ എന്തായാലും നെട്ടയുടെ ഉള്ളിൽ അത് തമിഴ്നാട് മാർത്താണ്ഡമൊക്കെ റൂട്ടിൽ നിന്ന് വീണ്ടും കേരളം നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ ഉള്ളിലോട്ട് ഇത് കേരളമാണ്. അപ്പോൾ അവിടെ എല്ലാവരും മലയാളമാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അർദ്ധ കിലോമീറ്റേഴ്സ് യാത്ര ചെയ്ത് നമ്മളിതാ ആ സ്ഥലത്തിങ്ങനെ എത്താറായി. പക്ഷേ അവിടെ നിന്ന് വലത്തോട്ട് തിരിയണോ ഇടത്തോട്ട് തിരിയണോ നേരെ പോകണോ ഒന്നും അറിഞ്ഞൂടാ. അവളെ ഫോൺ ചെയ്തിട്ട് അവൾ ഫോണും എടുക്കണില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവളടുത്ത് രാത്രി ചോദിച്ചു അങ്ങോട്ട് വന്നോട്ടാ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അറിഞ്ഞില്ല ഇത്രയും ദൂരെ ഒരു സ്ഥലത്താണ് എന്നറിഞ്ഞില്ല. അപ്പോൾ ഞാൻ തേങ്ങാപ്പട്ടണം പോണ റൂട്ടിൽ എവിടെയൊക്കെയാണ് എന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത്. അങ്ങനെ യാത്ര ചെയ്താണ് നമ്മൾ ഒരുപാട് ദൂരം എത്തി. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ഏരിയയാണ്. പിന്നീടാണ് മനസ്സിലായത് നമ്മൾ. അപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഇങ്ങനെ വരെയാണ്. അപ്പോൾ എന്തായാലും സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചോദിച്ചിട്ട് വേണം ആ സ്ഥലത്ത് പോകാൻ. നമുക്ക് അഡ്രസ്സോ അല്ലെങ്കിൽ വേറെ ഒന്നും അറിഞ്ഞൂടാ. അവളെ ഫോണിലാണെങ്കിൽ റീച്ച് ആവണമില്ല. നമുക്ക് ഫോണിൽ സിഗ്നലും പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമുക്കിങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്. പിക്ക് പറഞ്ഞ എന്തായാലും അവളെ കണ്ടില്ലെങ്കിലും നമുക്കൊന്ന് യാത്ര പോയി ഈടമൊക്കെ കണ്ടിട്ടൊന്ന് നമുക്ക് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും അവളെ വീടെത്തുമ്പോൾ അറിയാം. അവൾക്കും ഇതൊരു സർപ്രൈസാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൂളിംഗ് ഗ്ലാസിൻ്റെ കൂടെ തന്നെ അങ്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് നല്ല കായൽ മീനൊക്കെ കൊണ്ടുവരണം, അവിടെ നല്ല മീനൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ വലിയൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോണത് ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അവിടെ ടൂറിസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ കേരളമാണ് അവിടെ നമ്മുടെ സ്ഥാനാർത്ഥി അവരുടെ ഫോട്ടോസൊക്കെയാണ് വെച്ചിട്ടുള്ളത്. മലയാളമാണ് അവിടെ സംസാരിക്കുന്നതും കൂടി. അപ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്പേസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയും വെള്ളവും കായലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങനെ തപ്പി നടക്കുകയാണ്.
ആ സമയത്തൊക്കെ ഒരുപാട് പ്രാവശ്യം ഫോൺ വിളിക്കുന്നുണ്ട്, ഫോണൊന്നും എടുക്കണമില്ല. വാട്സപ്പ് മെസ്സേജ് കണ്ടിട്ട് ഡ്യൂട്ടിക്ക് ആവണമില്ല. അപ്പോൾ ഏകദേശം സ്ഥലം അടുത്തിട്ടുണ്ട് എന്നറിയാം. അപ്പോൾ ഇക്ക ഇവിടുന്ന് കിലോമീറ്ററൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര കിലോമീറ്ററാണ് നമ്മൾ യാത്ര ചെയ്ത് വന്നത്, ഇവിടുന്ന് നേരെ പോയാൽ തൃപ്പരപ്പൊക്കെ ആയി വരും. അപ്പോൾ സ്ഥലം എത്തിയിട്ടുണ്ട്, നീ വിളിച്ചാൽ നിനക്ക് കാണാം എന്ന് പറഞ്ഞ് നീ ഒന്ന് ഫോണിലോട്ട് സ്ട്രോങ് ആയിട്ട് വിളിയെന്ന്. ആ സമയത്ത് റേഞ്ചും പോയി, അതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഉച്ചയ്ക്കൊക്കെ ഉള്ള യാത്രയിൽ ഭക്ഷണം കഴിക്കാതെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ സമയത്താണ് അവിടെ ഒരു സൈഡിൽ റൂട്ട് ചോദിക്കാൻ വേണ്ടി ഒരു മാമ്മയുടെ ഒരു ചെറിയൊരു ജ്യൂസ് കട കണ്ടത്. ജ്യൂസ് കടയെന്ന് പറയാൻ പറ്റില്ല, ഒരു തട്ടാണ്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ കമലേശ്വരത്തിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറേ നാൾ മണക്കാട് ഉണ്ടായിരുന്നു, അവിടുത്തെ കാറ്ററിങ്ങിലുണ്ടായിരുന്നു, എനിക്ക് അവിടെ ഒരുപാട് പേരെ പരിചയമുണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇക്കതെടുത്ത് വർത്തമാനം പറയായിരുന്നു. ആ സമയത്ത് നമ്മൾ ഫ്രൂട്ട് സലാഡും നാരങ്ങ വെള്ളവും എല്ലാം വാങ്ങിച്ചു കുടിച്ചു. വയറ് ഫില്ലായി, നല്ല മധുരം ഉണ്ടായിരുന്നു. എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇത്രയും മധുരം. എന്നിട്ട് പറഞ്ഞു മധുരം കൂടുതലാണ്, ഇത്രയും മധുരം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കുടിച്ചു. വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ നമ്മളിതാ വീണ്ടും വീട് തിരക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പോയ സ്ഥലത്തൊന്നും വീടുകൾ കാണാനില്ല. അപ്പോൾ അവർ പറഞ്ഞ് അവന്തിക റിസോർട്ടിൻ്റെ അടുത്താണ് വീട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റിസോർട്ട് തപ്പിയുള്ള പോക്കാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെയൊക്കെ ഭക്ഷണം കഴിച്ചും മെയിൻലി സീ ഫുഡാണ് അവർ. നമ്മൾ വിഴിഞ്ഞത്തൊക്കെ കാണും പോലത്തെ ഒരു ബോർഡാണ് കാണുന്നത്. ഒരുപാട് മുസ്ലിംസാണ് അവിടെ താമസിക്കുന്നത്, എല്ലാം മുസ്ലിം കടകളാണ്. അപ്പോൾ പ്രത്യേകിച്ച് മീനാണ് അവിടുത്തെ പ്രധാന ഭക്ഷണം. കായൽ മീനും പൊള്ളിച്ചതും പിന്നെ ബോട്ടിങ്ങും അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിതാ കായലിൻ്റെ അടുത്തും ഡാമിൻ്റെ ആ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. ഈ റൂട്ടിൽ കൂടെ പോയ സമയത്ത് ഞാൻ ഇക്കാലത്ത് പറയുണ്ടായി, ഇതാ ഇവിടെ എവിടെയോ ആണ് വീട്, എനിക്ക് തോന്നുന്നുണ്ട്, എൻ്റെ മനസ്സിന് തോന്നുന്നുണ്ട് ഇവിടെ ഒരു വീട് നമ്മൾ കണ്ടുകൊണ്ട് പോണ ഈ വീടാണ് എന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞ് നമുക്കറിയാതെ ഒരു വീട്ടിൽ പോയി കയറാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങ് പോണത്. ഫൈനലി വീടൊന്നും കിട്ടാതെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഡാമിൻ്റെ താഴെ അവിടെ എല്ലാവരും ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്തുനിന്ന് ഇറങ്ങി തന്നെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച സമയത്താണ് അവളെ ഫോൺ കോൾ നമുക്ക് തിരിച്ച് വിളിച്ചത്, നീ എവിടെയാണ് എന്ന്. അപ്പോൾ പിന്നെ അവളെ ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെയാണ് അടുത്താണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ വീട് കണ്ടെത്തിയ സമയത്ത് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഉള്ളിൽ പോയി ചോദിച്ചു, വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു, വീഡിയോ കേടടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവൾ പറഞ്ഞത്. ഇത് അവളെ മോനും അവളെ ചേച്ചിയുടെ മോനും ഒക്കെയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട്. അപ്പോൾ അവളെ വീടൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്. അവളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ആ ഡാമിൻ്റെ ആ ഭാഗം കാണാം. അപ്പോൾ അവിടെ കുറേ കുരങ്ങന്മാരും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, ഇത്രയും നല്ലൊരു സ്ഥലത്താണല്ലോ താമസിക്കുന്നതെന്ന് അങ്ങനെ പറഞ്ഞ് കുറേ നേരം നമ്മൾ സംസാരിച്ചു. ഒരു അരമണിക്കൂറൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇത് എൻ്റെ +1 +2 പഠിച്ചതാണ്. പേര് ശ്രുതിയാണ്. സത്യം പറയുകയാണെങ്കിൽ +1 അധികം ഫ്രണ്ട് ആവാതെ ഇരുന്ന് നമ്മൾ ഒരേ സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ +2 ഒക്കെ ആയപ്പോൾ ലാസ്റ്റിലൊക്കെ ആയപ്പോൾ നമ്മൾ ഭയങ്കര ഒരു ബോണ്ടിങ് ആണ്. മടിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലൊരു ഫ്രണ്ടാണ്, അത്രയ്ക്ക് നല്ല കൂട്ടാണ്. ഇന്നും എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിൽ എനിക്ക് എന്നും കീപ്പ് ഇൻ ടച്ചിലിരിക്കുന്ന ഒരു ഫ്രണ്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളിതാ മുട്ടൊക്കെ കൊടുത്ത് അവിടെ നിന്ന് യാത്ര തിരിച്ച് ടാറ്റ പറഞ്ഞു. അവള് ഫോട്ടോ പോയിട്ട് ഒരു വീഡിയോ കോൾ വരൂല. കുടുംബിനി ചെവിയല്ലേ? ആ ചെവി. ഓക്കെ. ഏതോ ഒരു ENTയുടെ ഏതോ ഒരു പ്രശ്നം ഇരിക്കും. ബൈ. അവൾക്ക് 2 മക്കളാണ്. ഒരു മോനിതാ കയ്യിലിരിക്കുകയാണ്, ഒരു മോൻ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവളെ ഹസ്ബൻഡും ഇതാ നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അൺപ്ലാൻഡായിട്ടും പിന്നെ സ്ഥലം അറിഞ്ഞുകൂടാതൊക്കെ വന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല.
അപ്പോൾ എന്തായാലും ഇനി സ്ഥലം കണ്ടെത്തിയല്ലോ, ഇൻഷാ അള്ളാ നമുക്ക് ഇനിയും വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെ കണ്ടതിൽ തന്നെ വലിയ സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്ന് പഴയ ഓർമ്മ പുതുക്കി നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ്. എനിക്ക് നല്ല ഹാപ്പി മൊമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ ഇതിൻ്റെ അടുത്താണ് തൃപ്പരപ്പ് എന്നൊക്കെ അവളെ ഹസ്ബൻഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൃപ്പരപ്പ് ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. അത് മറ്റേ ജംഗ്ഷനിൽ എഴുതിയിരുന്നല്ലേ തൃപ്പരപ്പ് ഒറിജിനൽ ബോർഡ് വന്നിട്ട് ഇതൊരു 1 കിലോ. അങ്ങനെ നമ്മൾ തൃപ്പരപ്പിൻ്റെ ഉള്ളിൽ വന്നു. അപ്പോൾ അവിടുന്ന് വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് നമ്മൾ ഇങ്ങനെ തപ്പി നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു അപ്പൂപ്പനെ കണ്ടപ്പോൾ ചോദിച്ച സമയത്ത് ഇതിൽ കുളിക്കുന്ന സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ച സമയത്താണ് അപ്പൂപ്പൻ്റെ ഒരു റൂട്ട് പറഞ്ഞു തന്ന്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ വേറെ ആരുമില്ല. ഇങ്ങനെ നിശബ്ദമായിട്ട് 2 സൈഡും റബ്ബർ കാടും ഇൻ്റർലോക്ക് ഇട്ട റോഡും പിന്നെ അറ്റത്ത് കുളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അത്രയ്ക്ക് സേഫ് അല്ല എന്ന് തോന്നി. ഭയങ്കര ഒരു ഡാർക്കായിട്ടുള്ള ഒരു ഏരിയയാണ്. പിന്നെ അവിടെ നിന്ന് വീണ്ടും വന്ന് റോഡ് സൈഡിൽ വന്നപ്പോഴാണ് മനസ്സിലായത് വേറൊരു സ്ഥലമാണ് എന്ന്. അപ്പോൾ നമ്മളിതാ അത് നോക്കിയുള്ള യാത്രയാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മുടെ തൃപ്പരപ്പിൻ്റെ വാട്ടർഫോൾസിൽ എത്തി. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമാണ്. ഈ ഭാഗത്ത് തന്നെ കൊച്ചിലൊക്കെ വന്ന ഓർമ്മ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു ടാറ്റ സുമോയിൽ പോയിട്ട്
ഇവിടെ നിന്ന് കുളിച്ച ഓർമ്മയൊക്കെ എനിക്കുണ്ട്. എത്ര വയസ്സിലാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഈ സ്പോട്ടൊക്കെ ഇനി ഓർമ്മ ഉണ്ട്. അങ്ങനെ അവിടെ ആനക്കുളിയും കണ്ട് ആന നല്ല രസമുണ്ടായിരുന്നു. ഒരെണ്ണം നല്ല സുഹിച്ച് കിടപ്പുണ്ട്, തേച്ചൊരച്ച് കഴുകുന്നുണ്ട്. പക്ഷെ അവിടെ വലിയ വൃത്തി തോന്നിയില്ല എനിക്ക്. പണ്ടൊക്കെ ഒരുപാട് വെള്ളം ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് വേസ്റ്റും കാര്യങ്ങളും പിന്നെ ആനയുടെ വേസ്റ്റും ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാ കാഴ്ചകളും കണ്ട് ഒരുപാട് നാളത്തിന് ശേഷം തൃപ്പരപ്പും കണ്ട് അങ്ങനെ ഇന്ന് പിന്നെ ഇക്കാടെ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ വിളിച്ചിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ പോകണം. അപ്പോൾ പോണത് മൊബൈലിൽ ചാർജൊക്കെ കംപ്ലീറ്റ് ആയി. അങ്ങനെ ഈ ഷോട്ടൊക്കെ എടുത്തത് എനിക്ക് മറ്റൊരു ഫോണിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് ക്ലാരിറ്റി ആയിട്ട് എനിക്ക് ഈ ഒരു വീഡിയോ കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഷൂട്ട് ചെയ്യണത് വരെ നിങ്ങൾക്ക് കാണിക്കാം. ൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് മുമ്പ് നേരത്തെ പോണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നേരെ വന്നത് നമ്മൾ വീണ്ടും നെട്ട റൂട്ടിലാണ്. അങ്ങനെ ഇവിടെ നെട്ടയുടെ ഈ ഒരു സ്പോട്ടിൽ നമ്മൾ ഉച്ച ആയതുകൊണ്ട് പോയില്ല. അപ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്ന ഒരു സ്പോട്ടാണ്. പക്ഷേ എല്ലാവരും കുളിക്കുന്നൊക്കെ ഉണ്ട്, നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഡേഞ്ചർ സോണൊക്കെ ഇടയ്ക്ക് അലേർട്ട് ചെയ്തിരുന്നെന്നൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ എന്തായാലും അത് മാനിച്ച് നമ്മൾ അവിടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടെ ഒരു കൊച്ചു ചെറുക്കൻ ചായയും വാഴയ്ക്കാപ്പൂവും അതൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അവൻ്റെ വർത്താനം പറഞ്ഞ് കുറേ നേരം ഇരുന്നു. അപ്പോൾ അവന് വീട്ടിൽ നിന്ന് സ്നാക്സ് ഒക്കെ അമ്മ കൊണ്ടുവരും, വെയിറ്റ് ചെയ്തിരിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കടയും അവർ കടയിലിരുന്നാണ് കൊണ്ടുവരുന്നത്. അവർക്ക് അവിടെ കട ഉണ്ട്, വീടിൻ്റെ ഫ്രണ്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞത് വരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ നല്ല സന്ധ്യ ആവണുണ്ട്, നമുക്ക് നല്ല വിശക്കണമുണ്ട്. കാര്യം നമ്മൾ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, ജ്യൂസും അങ്ങനെയൊക്കെ തന്നെ, ഒരുപാട് യാത്ര ചെയ്തതല്ലേ, നല്ല വിശപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. സ്നാക്സ് അവൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ ചെയ്ത് എൻ്റെ ഫോണിൽ തന്നെ വിളിച്ചിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ പെട്ടെന്ന് സ്നാക്സ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ഒരുപാട് സമയം അവിടെ ഇരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ആ മോനെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് വല്ലാതെ നല്ലൊരു ഇത് തോന്നി. ഈ കാലത്തും ഇങ്ങനത്തെ മക്കളുണ്ടാ എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് നല്ലൊരു മോനാണ്, ഉത്തരവാദിത്തത്തിൻ്റെ അങ്ങേയറ്റമാണ്. കാര്യം 7ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കച്ചവടവും അവൻ്റെ കാര്യങ്ങളാണ് അവൻ നമ്മളടുത്ത് പറയണത്. കുറേ നേരം സംസാരിച്ച് കുറച്ച് ഞാൻ ഷൂട്ട് ചെയ്തോളൂ. അപ്പോൾ അവന് അവിടെ പറഞ്ഞ ചേട്ടന്മാർ അലമ്പ് കാണിക്കുന്നതുകൊണ്ട് പോലീസ് ഇവരൊക്കെ അടിച്ചു തുരത്തുന്നതും കച്ചവടം ചെയ്യാൻ വിടാത്തതും അവൻ്റെ വിഷമങ്ങളും പ്രാരാബ്ദവും ഒക്കെയാണ് അവൻ പറഞ്ഞത്. ഭാവിയിൽ നന്നായി വരുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. കാര്യം അത്രത്തോളം അവൻ അധ്വാനിക്കുന്നുണ്ട്. നല്ല ബുദ്ധിയുള്ള, നല്ല ചിന്താഗതിയുള്ള, രാവിലെ സ്കൂളിൽ പോവും, പിന്നെ വന്നിട്ട് അമ്മയുടെ കൂടെ കച്ചവടം നോക്കും, നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ ഈ വിശേഷത്തോടെ തന്നെ ഈ ഒരു വ്ളോഗ് അവസാനിക്കുകയാണ്. ബാക്കി വിശേഷം പിന്നീട് മറ്റൊരു വ്ളോഗായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.